Hi all. So ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. Find out the minimum force P required to move the wedge shown in figure. The coefficient of friction is 0.3 at all contact surfaces. നമുക്കിത് ഒരു വെഡ്ജ് സിസ്റ്റം തന്നിട്ടുണ്ട്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? വെഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയ പീസ്, അത് ഏതെങ്കിലും മെറ്റീരിയലിന്റെ ചെറിയ പീസാണ്. ആ പീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ട്രയാങ്കുലർ ഷേപ്പോ ട്രപ്പസോയിഡൽ ഷേപ്പോ ആയിരിക്കും. നമുക്ക് ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഡ്ജസ് യൂസ് ചെയ്യുക. കമ്പാരിറ്റീവ്ലി ലെസർ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ വെഡ്ജസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ നമുക്കത് അവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു 1500 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ താഴത്തൊരു വെഡ്ജ് കൊടുത്തിട്ടുണ്ട്. ആ വെഡ്ജിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് 10 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽസ് ആണ്. ഈ വെഡ്ജിൽ നമ്മളൊരു ഫോഴ്സ് പി കൊടുക്കുന്നുണ്ട്. ആ പി കൊടുക്കുന്ന ഡയറക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഫോഴ്സ് പി നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേനും എന്ത് പറ്റും? വെഡ്ജ് അകത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുക, അകത്തേക്ക് പോകാനുള്ള ടെൻഡ് ചെയ്യുമ്പോഴത്തേനും അത് ഈ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. സോ അങ്ങനെ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട മിനിമം ഫോഴ്സ് അല്ല, നമ്മൾ ഇനീഷ്യലൊന്നും നമുക്ക് ഇതിനെ പൊക്കാൻ പറ്റില്ല അല്ലെ. ഈ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഫോഴ്സ് പി അവിടെ ഉണ്ടാവണം. ആ മിനിമം ഫോഴ്സ് പി എത്രയാണെന്നാണ് നമ്മളോട് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഇൻക്ലിനേഷൻ ഒക്കെ അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും. ഓക്കെ, സോ അതിന്റെ ഇൻക്ലിനേഷൻ, വെഡ്ജിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10 ഡിഗ്രി ആണ് അതിന്റെ ഇൻക്ലിനേഷൻ. സോ എങ്ങനെയായിരിക്കും നമ്മളുടെ വെഡ്ജ് ഉണ്ടാവുക? ഓക്കെ, സോ നമ്മൾ വെഡ്ജിനെ വരച്ചിട്ടുണ്ട്. ഇനി വെഡ്ജിലേക്ക് വരുന്ന ഫോഴ്സിനൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഫോഴ്സസ് അതിന്റെ സെൽഫ് വെയിറ്റ് ആണ് അല്ലെ. സെൽഫ് വെയിറ്റ് നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് 1500 ന്യൂട്ടൺസ്. ഓക്കെ, സോ ദിസ് ഇസ് 1500 ന്യൂട്ടൺ. അത് ആക്ട് ചെയ്യുന്നത് ഗ്ലോബൽ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് എന്താ? അടുത്തത് ഈ വെഡ്ജ് അല്ല, ഈ മെറ്റീരിയൽ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്? ഈ വാളിലും ടച്ച് ചെയ്തിട്ടുണ്ട്, താഴെ വെഡ്ജിലും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ വാളുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ സ്ഥലത്ത് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. നോർമൽ റിയാക്ഷന്റെ പ്രത്യേകത അത് ഏതാണ് സർഫസ്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. ഇപ്പൊ വാളിന്റെ സർഫസ് ഇങ്ങനെയാണ് വരിക. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ നമുക്ക് ഇതിനെ RN1 എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ അടുത്ത നോർമൽ റിയാക്ഷൻ എവിടെ വരിക? അടുത്ത കോണ്ടാക്ട് സർഫസ് ഇവിടെയാണ് അല്ലെ. സോ നമുക്ക് ഇവിടെ വരയ്ക്കാം. അവിടുത്തെ നോർമൽ റിയാക്ഷന്റെ പ്രത്യേകത അവിടെ അത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി. സോ നമുക്ക് ഇനി ഇതിനെ RN2 എന്ന് പേര് കൊടുക്കാം. സോ ഞാനിവിടെ ഇതിന്റെ ആക്സസുകൾ വരച്ചിട്ട് നമുക്ക് ഇതിന്റെ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു വെർട്ടിക്കൽ ആക്സസും വരയ്ക്കാം, ഒരു ഹൊറിസോണ്ടൽ ആക്സസും വരയ്ക്കാം. ദെൻ ഇത് ഇവിടെ കൊണ്ട് കറക്റ്റ് ആയിട്ട് വെക്കാം. ഓക്കെ,
അത് R2 എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ വെർട്ടിക്കലായിട്ട് അതിനൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതിന്റെ ഇൻക്ലിനേഷൻ വിൽ ബി ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R2 ആക്ട് ചെയ്യുന്ന ഏതാ? R2 ആക്ട് ചെയ്യുന്നത് ലോക്കൽ വൈയിലാണ്. ഓക്കെ, നമ്മളുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ എക്സും ഗ്ലോബൽ എക്സും തമ്മിലുള്ള ആംഗിൾ 10 ഡിഗ്രി ആണെന്ന് നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ ലോക്കൽ വൈയും ഗ്ലോബൽ വൈയും തമ്മിലുള്ള ആംഗിളും 10 ഡിഗ്രി തന്നെ ആയിരിക്കും. അതെങ്ങനെ വന്നു എന്ന് അറിയാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ ദിസ് വിൽ ബി 10 degrees. ഇത് 10 ഡിഗ്രി ആണ്. ഓക്കെ, സോ ദിസ് ആംഗിൾ is 10 ഡിഗ്രി. ഇനി ഇപ്പൊ നമ്മൾ നോർമൽ റിയാക്ഷൻ വരച്ചു. ഇനി അടുത്ത എന്ത് ഫോഴ്സ് വരിക? ഫ്രിക്ഷണൽ ഫോഴ്സ് വരും അല്ലെ? ഈ നമ്മൾ വെഡ്ജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേനും ആ വെഡ്ജ് ഈ മെറ്റീരിയലിനെ മുകളിലേക്ക് പൊക്കാനാണ് ട്രൈ ചെയ്യുക. സോ ആ മെറ്റീരിയലും ഈ വാളും തമ്മിലുള്ള ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും ജനറേറ്റ് ആവുക? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ജനറേറ്റ് ആവുക. അപ്പോൾ ഏത് ഡയറക്ഷൻ? ടുവേർഡ്സ് ബോട്ടം ആയിരിക്കും ഫ്രിക്ഷൻ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ എവിടെ ഫ്രിക്ഷൻ ജനറേറ്റ് ആവും? കറക്റ്റ് ഇത് ഇന്റർഫേസിലാണ് ഫ്രിക്ഷൻ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, നമുക്ക് കാണാനായിട്ട് എളുപ്പത്തിന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കയറ്റി വരയ്ക്കുകയാണ്. ഫ്രിക്ഷന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് മ്യൂ ടൈംസ് ആർ എൻ അല്ലെ? മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആർ എൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ നോർമൽ റിയാക്ഷൻ. മ്യൂവിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.3. ഓക്കെ, സോ മ്യൂ വാല്യൂ ഇസ് 0.3. അതുകൊണ്ട് അവിടുത്തെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ടൈംസ് Rn1 ആയിരിക്കും അല്ലേ? സോ ദിസ് ഇസ് 0.3 ടൈംസ് Rn1. ഓക്കെ, ഇനി അടുത്ത ഫ്രിക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ആവുക ആ മെറ്റീരിയലും വെഡ്ജും തമ്മിലുള്ള കോണ്ടാക്ട് സർഫസിലും ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഉണ്ടാവുന്ന എപ്പോഴും ആ പ്ലെയിനിന് പാരലായിട്ട്, ആ പ്ലെയിനിൽ തന്നെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക അല്ലെ? സോ അപ്പോൾ കറക്റ്റായിട്ട് ഈ പ്ലെയിനിൽ കൂടെ തന്നെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക. ഇതായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഇനി സോറി, ഇതായിരിക്കും അത് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി അത് ഈ ഡയറക്ഷൻ തന്നെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ വെഡ്ജ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുക അല്ലെ? വെഡ്ജും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേനും ഈ കോണ്ടാക്ട് സർഫസിന് എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി വരിക? വെഡ്ജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്ട് സർഫസിന് റൈറ്റ് ടോപ്പിലേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി വരിക. ഈ കോണ്ടാക്ട് സർഫസ് നോക്കുക, സർഫസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? സർഫസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുക അല്ലെ? റൈറ്റ് ടോപ്പ് ആയിട്ടാണ് സർഫസ് മൂവ് ചെയ്യുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക അല്ലെ? ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഓൾസോ വിൽ ബി മ്യൂ ടൈംസ് ആർ എൻ. എല്ലാ കോണ്ടാക്ട് സർഫസിലും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വിൽ ബി മ്യൂ ടൈംസ് Rn2. ഓക്കെ, സോ അപ്പോൾ അതിന് നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതിന്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? ഡിഗ്രി അല്ലെ? നമ്മളോട് പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ എക്സും ഗ്ലോബൽ എക്സും തമ്മിലുള്ള ആംഗിൾ 10 ഡിഗ്രി ആണ് അല്ലെ? ഈ ആംഗിൾ 10 ഡിഗ്രി ആണ്, വിച്ച് മീൻസ് ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈന് പാരലൽ ആയിട്ടാണ് നമ്മളുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതും ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 10 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം ഒക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം അല്ലെ?
അതിനെ നമുക്ക് സോൾവ് ചെയ്യണ്ടേ? നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, ഈ ഇതിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഏറ്റവും മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ് ടു ദാറ്റ് മച്ച് ഫോഴ്സ് ഇത് മൂവ് ചെയ്യില്ല. ആ ഫോഴ്സിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ സിസ്റ്റം മൂവ് ചെയ്യുള്ളൂ. ആ ടൈപ്പ് ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആ ഫോഴ്സ് വരെയും സിസ്റ്റം മൂവ് ചെയ്യില്ല, അറ്റ് റെസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്യാം. സോ നമുക്ക് എഴുതാം, സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? Sum of all horizontal forces will be equal to 0 and sum of all vertical forces will be equal to 0. ഇത് നമുക്ക് ഓരോ കണ്ടീഷൻ ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. എന്താ ഫസ്റ്റ് കണ്ടീഷൻ? സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് വരുന്നത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ നോക്കുക. ടുവേർഡ്സ് റൈറ്റ് വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ Rn1 അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്, അത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഇനി അടുത്ത ഏതാ? അടുത്ത രണ്ട് ഇൻക്ലൈൻ ഫോഴ്സിലല്ല, ഒരു 0.3 Rn2 ഉണ്ട്, ഒരു Rn2 ഉണ്ട്. അത് രണ്ടും ഇൻക്ലൈൻ ഫോഴ്സ് ആണ്. നമുക്ക് Rn2ന്റെ കേസ് നോക്കാം. Rn2ന്റെ കേസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ Rn2 ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലെ, ടുവേർഡ്സ് ലെഫ്റ്റ്, അതുകൊണ്ട് അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് അതിന്റെ Rn2വിന്റെ ഏത് കമ്പണന്റ് ആണ്? ഹൊറിസോണ്ടൽ കമ്പണന്റ്. Rn2ന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be Rn2 sin 20 അല്ലേ? ഇനി അടുത്ത ഏതാ? ഒരു 0.3 Rn2 വരുന്നുണ്ട്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? അത് ആക്ട് ചെയ്യുന്നതും ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലെ? സോ അതും നെഗറ്റീവ് ആണ്. സോ നമുക്ക് എഴുതാം, this will be my negative 0.3 Rn2. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 20 അല്ല, സൈൻ 10. ഓക്കെ, അപ്പൊ ഇതിന്റെ 0.3 Rn2ന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 Rn2 കോസ് 10 അല്ലേ? വേറെ ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ടോ? വേറെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇല്ല. ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത കണ്ടീഷൻ എന്താണ്? സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് ടോപ്പ് വരുന്നതാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുക ഏതൊക്കെയാണ്. ഒരു 0.3 Rn1 ഉണ്ട് അല്ലേ? 0.3 Rn1 ഏത് ഡയറക്ഷനിലാണ്? ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് 0.3 Rn1. ഓക്കെ, ഇനി അടുത്തത് ഒരു 1500 ന്യൂട്ടൺ, അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്. സോ മൈനസ് 1500. പിന്നെ വേറെ ഏതൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് വരിക? ഈ ഇൻക്ലൈൻ ഫോഴ്സസിന്റെ വെർട്ടിക്കൽ കമ്പണൻസ് കൂടി വരും അല്ലേ? സോ Rn2ന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിലാണ് വരിക? ദാറ്റ്സ് ഇൻ ദി ടോപ്പ് ഡയറക്ഷൻ അല്ലെ? ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും Rn2 ആക്ട് ചെയ്യുന്നത്. Rn2ന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ആക്ട് ചെയ്യുക. സോ പ്ലസ് അല്ലെ, പ്ലസ് Rn2 അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Rn2 cos 10. പിന്നെ അടുത്ത ഏതാ? ഒരു 0.3 Rn2 കൂടി ഉണ്ട് അല്ലേ? അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? ചുടി ഇങ്ങോട്ട് കയറ്റി വരയ്ക്കാം. ഓക്കെ, 0.3 Rn2 അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ആക്ട് ചെയ്യുക ടുവേർഡ്സ് ബോട്ടം ആയിരിക്കും അല്ലേ? സോ പ്ലസ് 0.3 Rn2 അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 10. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സസ് ഉണ്ടോ? വേറെ ഒരു വെർട്ടിക്കൽ ഫോഴ്സസും ഇല്ല. ഹെൻസ് വി ക്യാൻ സേ ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോറി, ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 0.3 R2 സൈൻ 10 എങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത് അല്ലേ? 0.3
2 എന്ന് പറയുന്ന ഈ ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ഫോഴ്സസ് നമുക്ക് നെഗറ്റീവ് വേണം എഴുതാനായിട്ട്. സോ ഈ എഴുതിയേക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഇസ് മൈനസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഈ സിഗ്മ h = 0ൻ്റെ അകത്ത് നമുക്ക് Rn1 ഒരു ഇക്വേഷൻ എഴുതാം. Rn1 is equal to how much? Rn2 sin 10 plus 0.3 Rn2 cos 10, and from that Rn1 is equal to Rn2 into sin 10 plus 0.3 into cos 10. Right. From that we will get Rn1 is equal to 0.47 Rn2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ Rn1 കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് 0.3 into 0.47 Rn2 minus 1500 plus Rn2 cos 10 minus 0.3 Rn2 sin 10 equal to 0. അല്ലേ? എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് Rn2 റിസോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഫൈനൽ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. Rn2 is equal to 1894.63 newtons. ഓക്കെ, സോ നമ്മൾ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 വെച്ചും സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 വെച്ചിട്ട് Rn2 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ Rn1 കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലേ? നോക്കാം, നമുക്ക് അതിന് കുറച്ച് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്കിൽ ജസ്റ്റ് ഇപ്പോൾ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Rn1 is equal to എത്രയാണ്? 0.47 times Rn2 ആണ്, അല്ലെ? 1894.63. That will be 890.4761 newtons. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്തത് അതിൻ്റെ താഴത്തെ വെഡ്ജ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, സോ വെഡ്ജ്. ഇനി നമുക്ക് വെഡ്ജിലേക്ക് വരുന്ന ഫോഴ്സസിനെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. എവിടെ? വെഡ്ജും ഈ ഫ്ലോറുമായിട്ട് കോണ്ടാക്ട് ഇടുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. സോ നോർമൽ റിയാക്ഷൻ നമുക്കിതിനെ Rn3 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇവിടെ അടുത്തത് ഇവിടെ ഒരു കോണ്ടാക്ട് ഫ്രിക്ഷൻ ഉണ്ടാവും, അല്ലെ? കോണ്ടാക്ട് ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലാണ്? പി ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കോണ്ടാക്ട് ഫ്രിക്ഷൻ ജനറേറ്റ് ആവുക. സോ ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ വരിക. ആൻഡ് ഫ്രിക്ഷന്റെ വാല്യൂ ഇസ് mu ടൈംസ് നോർമൽ റിയാക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് 0.3 Rn3. ഇനി അടുത്ത ഏതാ? ഈ വെഡ്ജും ആ എലമെന്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഈ ഫോഴ്സസിനൊക്കെ നമുക്ക് അവിടെയും കാണിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി എടുക്കാം.
ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ വരച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയതാണ്. 0.32 0.3 RN2 ആക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ലൈനിൽ കൂടെയാണ് 0.3 RN2 ആക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഫോഴ്സ് ഒക്കെ അതേപോലെ തന്നെ അപ്ലൈ ചെയ്തേക്കണേ അല്ലേ? പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോണ്ടാക്ട് സർഫസിൽ നമുക്ക് ഇക്വിലിബ്രിയം കിട്ടണം. അങ്ങനെ ഇക്വിലിബ്രിയം കിട്ടണമെങ്കിൽ കോണ്ടാക്ട് സർഫസിൽ വെഡ്ജിൽ കൺസിഡർ ചെയ്ത ഫോഴ്സിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേണം. സെയിം ഫോഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ എന്താ ഇക്വിലിബ്രിയം നമുക്ക് ആ കോണ്ടാക്ട് സർഫസിൽ കിട്ടുള്ളൂ. സോ നമ്മൾ വെഡ്ജ് കൺസിഡർ ചെയ്യാൻ നേരത്ത് വെഡ്ജിലെ ഫോഴ്സസ് വരയ്ക്കുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, സോ RN2 ഓക്കെ, RN2നെ നമ്മൾ മുകളിലേക്ക് കുറച്ച് കയറ്റി വരയ്ക്കാം. RN2 എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ നടന്നോട്ടെ, പറയാൻ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, this is RN2. okay, okay. ഇനിയിപ്പോ ഈ വെഡ്ജും ഇക്വിലിബ്രിയത്തിലാണ്. സോ അതുകൊണ്ട് നമുക്ക് സെയിം കണ്ടീഷൻ തന്നെ ഉപയോഗിക്കാം. Since the system is in equilibrium, we can say sum of all horizontal forces will be equal to 0 and sum of all vertical forces will be equal to 0. So നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. Sum of all horizontal forces is equal to 0. ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സും നമ്മൾ റിസോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, സോ നമ്മൾ ടുവേർഡ്സ് റൈറ്റ് വരുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. സോ നമുക്ക് അത് ഫോഴ്സ് എല്ലാം എഴുതാം. ഇതൊരു 0.3 RN3 ഉണ്ട്, അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ് ഇത് 0.3 RN3. പിന്നെ അടുത്തത് പി ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ദാറ്റ് വിൽ ബി മൈനസ് ഡയറക്ഷൻ, മൈനസ് പി. ഇനി അടുത്തത് RN2ഉം 0.3 RN2 അത് രണ്ടും ആക്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. സോ അതിൻ്റെയൊക്കെ ഹൊറിസോണ്ടൽ കമ്പണന്റ് വരും. ഇനി RN2വിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എങ്ങനെയായിരിക്കും വരിക? RN2വിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടുവേർഡ്സ് റൈറ്റ് ആണ് വരിക അല്ലേ? സോ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഇനി അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് വിൽ ബി RN2 sin 10 അല്ലേ? ഇനി അടുത്തത് 0.3 RN2 അത് ഏത് ഡയറക്ഷനിലാണ് വരിക? അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഇതാണ് നമ്മളുടെ ഫോഴ്സ്. ഇങ്ങനെയാണ് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് വരിക. അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. അതിന്റെ ഇൻക്ലിനേഷൻ 10 ഡിഗ്രി ആണ് അല്ലേ? സോ അത് പ്ലസ് 0.3 RN2 cos 10 അല്ലേ? is equal to വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല, hence this is equal to 0. ഞങ്ങളുടെ അടുത്ത കണ്ടീഷൻ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ടുവേർഡ്സ് ടോപ്പ് വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക. സോ അതവിടെ ഒരു RN3 ഉണ്ട്. RN3 ടുവേർഡ്സ് ടോപ്പ് ആണ്. പിന്നെ വേറെ ഏതൊക്കെയാണ് ഫോഴ്സ് വരിക? ഈ RN2വിന്റെയും 0.3 RN2വിന്റെയും വെർട്ടിക്കൽ കമ്പണന്റ് അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, സോ RN2വിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ RN2വിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ബോട്ടം ആണ്.
ഓക്കെ, സോ അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. മൈനസ് എത്രൻ്റെ ഇൻക്ലിനേഷൻ 10 ഡിഗ്രി അല്ലേ? Rn ടു ഏതാ കമ്പണന്റ്? കോസ്. Rn ടു കോസ് 10 അല്ലേ? ഇനി അടുത്തത് നമ്മളുടെ ഈ ഫോഴ്സ് 0.3 Rn2 അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ? സോ അത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. പ്ലസ് 0.3 Rn2 അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സൈൻ അല്ലേ? ഇത് 10 ഡിഗ്രി ആണെങ്കിൽ ഇതും 10 ഡിഗ്രി ആണ് അല്ലേ? ഓക്കെ, സോ 0.3 Rn2 സൈൻ 10. വേറെ അതിന് വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? വേറെ വെർട്ടിക്കൽ ഫോഴ്സും ഇല്ല. ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഓരോ വേരിയബിൾസിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് Rn2ന്റെ വാല്യൂ ആണ് അറിയാം. ഇവിടെ Rn3യും Pയും രണ്ട് അൺനോൺ ഉണ്ട്. സോ നമുക്ക് ആദ്യം സിഗ്മ വിയിലേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ വി ഈക്വൽ ടു 0 നമുക്ക് എന്ത് കിട്ടും? Rn3 is equal to Rn2 cos 10 minus 0.3 Rn2 sin 10 അല്ലേ? അതിലേക്ക് Rn2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then we will get Rn3 as 1767.15 newtons. ഇനി എല്ലാ ഇപ്പൊ നമുക്ക് Rn3യുടെ വാല്യൂ കിട്ടി, Rn2ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് പി മാത്രമേ അൺനോൺ ഉള്ളൂ. സോ നമുക്കിനി പിനെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഈ 0യിൽ Rn3യുടെ വാല്യൂ എത്രയാണ്? 1767.15 അല്ലേ? ഇനി Rn2ന്റെ വാല്യൂ 1894.63. ഫ്രം ദാറ്റ് നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ്റെ നിന്ന് പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പിയുടെ വാല്യൂ എത്രയാ? ദാറ്റ് വിൽ ബി 1418.90 ന്യൂട്ടൺസ്. ഓക്കെ, സോ നമുക്കിത് ആ ഫിഗറിലേക്ക് വരച്ചിടാം. (1418.90 ന്യൂട്ടൺസ്). അതായത് അത്രയും ഫോഴ്സ് വരെ സിസ്റ്റം സ്റ്റേഷനറി ആയിരിക്കും. അതിനേക്കാളും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം മൂവ് ചെയ്യണം. ഇതാണ് മാക്സിമം ഫോഴ്സ്. ഓക്കെ, ഇത് തന്നെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ ഇപ്പൊ വെഡ്ജ് ഇല്ലാത്തൊരു കേസ് വന്നിരിക്കുക, 1500 ന്യൂട്ടൺ ഭാരമുള്ള ഒരു സാധനം നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും തന്നെ ഫോഴ്സും അപ്പോഴും അപ്ലൈ ചെയ്യണമായിരുന്നു. നമ്മളൊരു വെഡ്ജ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ, നമുക്ക് അത്രയും ഫോഴ്സിന്റെ ആവശ്യമില്ല. അത് വെഡ്ജിന്റെ ഇൻക്ലിനേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് വെഡ്ജിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ.